ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലത്തെ റൂട്ടീൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് എൻ്റെ ബോട്ടിലിൽ വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പം ജേണൽ എഴുതണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് എനിക്കങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല കേട്ടോ. കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്, നാളെ പോയിട്ട് പ്രിൻ്റ് ചെയ്യാനുള്ളത്. വേറെ അങ്ങനെ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് കുറച്ച് ക്ലീനിങ്ങും കാര്യമൊക്കെ ആവാമെന്ന്. കാരണം ആഴ്ചയിൽ ഒരു ദിവസമാണ് ഞാൻ എൻ്റെ ബെഡ്ഷീറ്റ് മാറ്റലുള്ളത്. പിന്നെ ഈ ജനലിലൊക്കെ പൊടിയൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അത് ക്ലീൻ ചെയ്യലും അങ്ങനത്തതൊക്കെ. അപ്പോൾ അതൊക്കെ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതെന്തൊക്കെയാണെന്നുള്ളതൊക്കെ എഴുതി വെക്കുന്നുണ്ട്. പിന്നെ ബാക്കി എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വ്ളോഗിൻ്റെ താഴെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഡേ ഇൻ മൈ ലൈഫ് എപ്പോഴും ഇട്ടിട്ട് ബോറടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ എന്നുള്ളത് പറയണം കേട്ടോ. കാര്യം ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് ചോദിക്കലുണ്ട്, ഡേ ഇൻ മൈ ലൈഫ് എപ്പോഴും ഇട്ടിട്ട് ഒരേപോലെ ആവുന്നുണ്ടോ, ബോറടിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീണ്ടും അതുതന്നെ ചെയ്യണത്. ഇനി അതല്ലാത്ത ഡേ ഇൻ മൈ ലൈഫ് അല്ലാണ്ട് വേറെ എന്തൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം, ഇൻട്രസ്റ്റഡ് എന്നുള്ളതും കൂടെ ഒന്ന് ഇതിൻ്റെ താഴെ പറയൂ കേട്ടോ. അപ്പോൾ അതും കൂടി എനിക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതേപോലെ ഡെയിലി വ്ളോഗ്സും ചെയ്യാം. എന്നാൽ അത് മാത്രം ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളോട് കുറച്ച് സജസ്റ്റ് ചെയ്യാൻ പറയണത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയുള്ളതെന്നൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് തന്നാൽ ഞാനതെല്ലാം എഴുതി വെച്ചിട്ട് പിന്നെ അങ്ങനെ ചെയ്യാം. അങ്ങനെ പ്ലാനറിൽ കാര്യങ്ങളൊക്കെ എഴുതിയതിന് ശേഷം പിന്നെ ഞാൻ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ചെയ്യണത്. ചേഞ്ച് ചെയ്യണില്ല, അതൊക്കെ ഒന്ന് മാറ്റിയിട്ടുള്ളൂ. ഇനിയിപ്പം ഇവിടെ പൊടിയൊക്കെ തട്ടാനുണ്ടല്ലോ, അപ്പോൾ പൊടിയൊക്കെ തട്ടി കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റ് മാറ്റാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ പുതിയ വാങ്ങിയിട്ടുള്ള ഒരു ക്ലീനിങ് ബ്രഷാണ് കേട്ടോ. ഇവിടെ അടുത്തൊരു കടയിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ളതാണ്, കുഞ്ഞതാണ് കേട്ടോ. ആ ഒരു ബ്രഷിൻ്റെ കൂടെ തന്നെ കിട്ടിയിട്ടുള്ളതാണ് ഈ ഒരു മുറം കൂടെ. അപ്പോൾ അത് രണ്ടും യൂസ് ചെയ്തിട്ടാണ് ഇപ്പം ഡെസ്കിലോ അല്ലെങ്കിൽ ഇതേപോലെ ജനലിലോ അങ്ങനെയൊക്കെയുള്ള ചെറിയ പൊടികളുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ ഇതുപോലെ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുക, പിന്നെ ഈ ജനലിലുള്ള ഇങ്ങനത്തെ പൊടി തട്ടുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യലുണ്ട്. കാരണം എനിക്ക് കുറച്ച് പൊടി അലർജിയുള്ള കൂട്ടത്തിലാണ്. പെട്ടെന്ന് തന്നെ പൊടിയായി കഴിഞ്ഞാൽ തുമ്മലും പിന്നെ കണ്ണ് ചോക്കുക, കണ്ണ് ചൊറിയുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ വരും. അതുകൊണ്ട് തന്നെ അധികം എവിടെയും പൊടിയാവാൻ എനിക്ക് പറ്റില്ല. അപ്പം നമ്മൾ ആഴ്ചയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമല്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ കാലം അങ്ങനെ വെച്ചിട്ട് പിന്നെ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നമായി. കാരണം അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഭയങ്കര പൊടി വരുന്നതിന് മുന്നേ തന്നെ ഒക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കലുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്ത് വേറെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ശരിക്കും ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറേ ആയിട്ടോ, ഇപ്പോഴാണ് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയത്. അങ്ങനെ ബെഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായി പോയി. ഇന്നൊരു അവക്കാഡോ സ്മൂത്തിയാണ് കേട്ടോ ചെയ്യണത്. ഈ അവക്കാഡോക്ക് എന്നോട് എന്തോ ദേഷ്യമുള്ള പോലെയാണ് കേട്ടോ. കാരണം ഇത് വെച്ച് ഞാൻ എപ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഫ്ലോപ്പ് ചെയ്യാറും. ഞാൻ കുറേ പ്രാവശ്യം ഈ സ്മൂത്തി ജ്യൂസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് കയ്പായിട്ട് കാര്യം പിന്നെ അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മുന്നേ ഉണ്ടാക്കിയെന്നും എന്ത് മിസ്റ്റേക്കാണ് എനിക്ക് വന്നിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് അത് വരാതെ മാക്സിമം ഞാൻ നല്ല രീതിയിൽ കുറേ വീഡിയോസ് കണ്ടിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാക്കുക. എന്നാലും ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് എങ്ങനെ ആയാലും കയ്പേക്കാരം. അതെന്താ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായില്ല. കാരണം കുറേ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടും എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെ കാരം. പക്ഷേ ഇപ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. സാധാരണ എപ്പോഴും ഞാൻ പാലും അവക്കാഡോയും മാത്രമേ ഇട്ടിട്ട് ഉണ്ടാക്കലുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അവക്കാഡോ ഒരു സ്മൂത്തി പോലെയാണ് ചെയ്യണത്. പഴവും ഈത്തപ്പഴമൊക്കെ ഇട്ടിട്ട്
അങ്ങനെ ഉണ്ടാക്കി നോക്കിട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു കയ്പൊന്നുമില്ല. അപ്പോൾ ഇനി ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കുള്ളൂ. കാരണം എനിക്ക് തോന്നുന്നത് അത് ഒറ്റക്കാവുമ്പോൾ ഈ കാരമാണെങ്കിൽ നമുക്ക് കയ്പ് ടേസ്റ്റ് കൂടുതൽ മനസ്സിലാവുക. അങ്ങനെ സ്മൂത്തി റെഡിയാക്കിയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചിയ സീഡ്സും കൂടെ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി ക്ലീനിങ്ങും കൂടെ ചെയ്യാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഉണങ്ങിയ കുറച്ച് ഡ്രസ്സ് മെഷീൻമ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെക്കാണ്. പിന്നെ വേറെ കുറച്ച് സാധനങ്ങളായി ഉണ്ട് കേട്ടോ, അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് ക്ലീൻ ചെയ്യണം. ഇതിപ്പോൾ ഞാൻ അധികം യൂസ് ചെയ്യലില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യൽ ഭയങ്കര കുറവാണ്, എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുള്ളൂ. ഇപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ചെയ്തത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ടോപ്പ് അടിക്കുന്നത്. അന്നാണ് ലാസ്റ്റ് യൂസ് ചെയ്തത്, പിന്നെ ഞാൻ അത് നോക്കിയിട്ടില്ല. അപ്പം അമ്മ ഇങ്ങനെ പറയും മുകളിൽ കൊണ്ടുപോയിട്ടോ, വെറുതെ ഇവിടെ സ്ഥലം മെനക്കെടുത്താൻ വെക്കണ്ടല്ലോ എന്നൊക്കെ. പക്ഷേ എനിക്ക് മുകളിൽ കൊണ്ടുപോയിട്ടാൽ പിന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ അവിടെ പോയി ചെയ്യണ്ടേന്നുള്ളൊരു മടിയോണ്ടാണ് കേട്ടോ ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ടുള്ളത്. അങ്ങനെ എന്തായാലും അതിനകത്ത് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ ഞാൻ ഫുള്ളായിട്ട് റൂമൊക്കെ ഒന്ന് അടിച്ചു വാരി ഫുൾ തുടച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ എൻ്റെ റൂമിലുള്ള ക്ലീനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ബാക്കി ഹാളിലും പിന്നെ മറ്റേ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്നുള്ളൂ. അങ്ങനെ ബാക്കിയുള്ള പണികളും കൂടെ തീർത്തതിന് ശേഷം പിന്നെ ഞാൻ പോയിട്ട് ഫ്രഷായി ഫുഡ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്കങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ആ എഡിറ്റ് ചെയ്യാനുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. അതുകൊണ്ട് പിന്നെ സമാധാനമായിട്ടിരുന്നിട്ട് അതൊക്കെ ചെയ്യാൻ കരുതി. എനിക്ക് ഈ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യണ ദിവസം ഇങ്ങനെ വെറുതെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം അന്ന് ഫുൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ മാറ്റി എന്നിട്ട് കുറച്ച് നേരം ബെഡിൽ റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് എന്തെങ്കിലും മൂവി കാണുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വീഡിയോസ് കാണുക, അല്ലെങ്കിൽ ബുക്ക് വായിക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തായാലും എഡിറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് കുറച്ച് നേരം ഇരുന്നിട്ട് അതൊക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കുറച്ചധികം തന്നെ ചെയ്യാണ്ടായിരുന്നു. ഒരു സ്ക്രാപ്പ് ബുക്കിൻ്റെ വർക്കാണ്. അപ്പോൾ അതിന് വേണ്ടി പാറ്റേൺ പേപ്പേഴ്സും സ്റ്റിക്കേഴ്സും ഫോട്ടോസും പിന്നെ ഫോട്ടോസിൻ്റെ കൂടെ ടെക്സ്റ്റും അതൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ ചെയ്തപ്പോൾ കുറച്ചധികം സമയമായി. പിന്നെ ഞാൻ പോയിട്ട് ചായ കുടിക്കുകയാണ്. അപ്പോൾ ചായയും പിന്നെ ഈ ഒരു ലിറ്റിൽ ഹാർട്ട്സിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അതും ഉണ്ടായിരുന്നു. അങ്ങനെ ചായ കുടിക്കണതിൻ്റെ ഇടയിലും ഞാൻ ആ ബാക്കി എഡിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം തുടങ്ങി വെച്ചാൽ പിന്നെ എനിക്കത് തീർക്കാത്തൊരു സമാധാനം ഉണ്ടാവില്ല. നാളെ പ്രിൻ്റ് ചെയ്യാൻ പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ അതൊക്കെ തീർക്കണമല്ലോ. കുറേ കാലമായിട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു സ്ക്രാപ്പ് ബുക്ക് ചെയ്തിട്ട്, അതും ഈ ഒരു ടൈപ്പ് ചെയ്തിട്ട് കുറേ ആയി. ഇപ്പം അധികം ഞാൻ സ്ക്രാപ്പ് ബുക്ക് ചെയ്യലുള്ളത് റിങ് യൂസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ എളുപ്പമാണല്ലോ. പക്ഷേ ഈ ഒരു ഓർഡർ കിട്ടിയിട്ടുള്ളത് ഞാനൊരു 2 വർഷം മുന്നേ ചെയ്തിട്ടുള്ള ഒരു മോഡൽ 2021 തോന്നുന്നുണ്ട്. ആ 2021 ചെയ്തിട്ടുള്ളൊരു ആൽബത്തിൻ്റെ മോഡൽ കാണിച്ചു തന്നിട്ട് അതേപോലെ വേണം, സെയിം അതേപോലെ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈവൻ കളറ് വരെ ആ ഒരു സെയിം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഓരോന്ന് പറഞ്ഞ് നോക്കിയിട്ടോ, ഈ ഒരു ടൈപ്പ് തന്നെ വേണോ, റിങ് വെച്ച് ചെയ്താൽ പോരേന്നൊക്കെ അങ്ങോട്ട് കുറച്ച് മോഡലൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അതന്നെ വേണം, ബൈൻഡിങ് സാധാരണ നമ്മൾ ചിപ്പ് ബോർഡ് യൂസ് ചെയ്ത് ഒരു സ്ക്രാപ്പ് ബുക്ക് ചെയ്യുമല്ലോ അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ ചെയ്യാണ്. ഇനി ഞാനൊരു ബെഡ്ഷീറ്റ് കാണിച്ചു തരാം. ഇത് ഞാൻ മീഷോന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. കുറച്ച് ദിവസമായി, ഒരു ആഴ്ചക്കായി വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട്. അന്ന് ജസ്റ്റ് ഒന്ന് പാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, വേറെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും തുറന്ന് നോക്കിയില്ല. കാരണം അന്ന് എനിക്കങ്ങനെ വയ്യാതൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഒന്ന് നോക്കാനുള്ളൊരു മൂഡില്ലേനു. ഇത് ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ വാങ്ങണമെന്ന് വിചാരിച്ച് നോക്കി വെച്ചൊരു ബെഡ്ഷീറ്റാണ് കേട്ടോ. ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റ് പറഞ്ഞാൽ ഞാൻ കുറേ പേര് യൂസ് ചെയ്യണത് കണ്ടിട്ടുമുണ്ട്. അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ ഉള്ളൊരു ടൈപ്പ് തന്നെയാണ്. പിന്നെ കാണാനും അത്യാവശ്യം നല്ല ക്യൂട്ടാണ്.
എനിക്ക് തോന്നണേ ഇതിൻ്റെ പ്രൈസ് 200 ആൻഡ് സംതിങ് ആണ് തോന്നുന്നുണ്ട്. ഇത് സിംഗിൾ ബെഡ്ഷീറ്റാണ് കേട്ടോ, സിംഗിൾ ബെഡിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പില്ലോ കവറും ഉണ്ട്. മെറ്റീരിയലൊക്കെ സൂപ്പർ ചെയ്യുന്നു കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കട്ടിയുള്ള ക്ലോത്ത് തന്നെയാണ്. പിന്നെ സൈഡ്സും ഒക്കെ അതേപോലെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് നല്ലതായിട്ട് തോന്നി, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനി ഞാനിത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടേ യൂസ് ചെയ്യുള്ളൂ, അപ്പം യൂസ് ചെയ്യുമ്പോൾ കാണിച്ചു തരണ്ട്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിയാണ് ബാക്കി വീഡിയോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, ആ എഡിറ്റ് ചെയ്തതിൻ്റെ ബാക്കി ചെയ്യണം, അതന്നെ ഉള്ളൂ. ഇത്രയും ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ചും കൂടെ ചെയ്യാനുണ്ട് കേട്ടോ. ഇതിൽ പാറ്റേൺ പേപ്പറും കൂടെ പ്രിൻ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഏകദേശം ഒരു 16x60 സെൻറ്റിമീറ്റേഴ്സാണ് പാറ്റേൺ പേപ്പേഴ്സിൻ്റെ സൈസ് വരിക. അത് കഴിഞ്ഞ് താഴെ കുറച്ച് സ്പേസ് ഉണ്ടാവും, അവിടെ പിന്നെ വേറെ പാറ്റേൺ ഷീറ്റ് വെക്കാനുള്ള അത്രയും ഉണ്ടാവില്ല. സോ ആ ഒരു കുറച്ച് സ്പേസിലാണ് ഞാൻ ബാക്കി ഫോട്ടോസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഫോട്ടോസൊക്കെ വെക്കാൻ കറക്റ്റ് ചെയ്യാനും, അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ഓരോന്ന് അങ്ങനെ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടുമില്ലായിരുന്നു. സോ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.